ഹലോ എവരിവൺ. അപ്പം ഞാനിന്ന് നല്ല അടിപൊളി പഴങ്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അപ്പം ഗൈസ്, ഈ ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വേറൊരു ചട്ടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒരു പഴയ മീൻ ചട്ടി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അമ്മ ഉള്ളി എടുത്തിട്ടുണ്ട്, നല്ല ചുവന്ന ഉള്ളി. കണ്ണിലേക്ക് തെറിക്കണ്ട കേട്ടോ ഉള്ളിയുടെ നീര്. നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അമ്മക്ക് പണ്ട് അമ്മ ഉണ്ടാക്കി തരാറുണ്ട് ഞങ്ങൾക്കൊക്കെ. വല്യമ്മമാരും ഉമ്മയൊക്കെ കൂടിയിട്ട് അമ്മമ്മയൊക്കെ കൂടിയിട്ട് പണ്ട് ചെറുപ്പത്തില്. നമുക്കൊരു കഷ്ണം ഇഞ്ചി എടുക്കണ്ട, എന്നിട്ട് അത് വിട്ട് ചതയ്ക്കാം. പിന്നെ ഞാനെടുത്തേനെ നമ്മുടെ പറമ്പിലത്തെ നല്ല കാന്താരി മുളക് കേട്ടാ. ഇത്ര വേണ കിട്ടുമോ, എരിവ് അധികവും ചിലപ്പോ കുട്ടൂന് കഴിക്കണ്ടേ. അപ്പൊ ഞാൻ കുറച്ചെടുത്തുള്ളൂ കേട്ടാ. കുട്ടൂന് കഴിക്കേണ്ടതായതുകൊണ്ട് കുറച്ചെടുത്തുള്ളൂ. മൂക്കിലേക്ക് നല്ല എരിവിന്റെ മണം. ഇത് കൈയിടരുത്, ഞാൻ സ്പൂൺ എടുത്തിട്ട് വരാം. കൈയിട്ടാ ഇവരറിയും. ഓക്കെ, ശരി. നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാട്ടാ. കാന്താരി മുളക് ആയതുകൊണ്ട് നല്ല മണ്ണുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് മുക്കടഞ്ഞേക്കാം. നമുക്ക് അമ്മന്ന് കട്ടിത്തൈര് അടിച്ച് ലൂസാക്കി മോര് പോലെ ആക്കിയതാട്ടാ. ഇതൊഴിച്ചു കൊടുക്കാം. നമുക്ക് ചോറും ഇട്ട് വെക്കാം. അതിന്റെ കണ്ണിൽ പോയി ഓടി ഓടി. എന്താ ഇട്ടത് രസല്ലേ? കണ്ണിക്ക് നിറച്ചു. അപ്പൊ നമുക്ക് ഇതില് ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് നമുക്ക് എടുത്തേക്കാട്ടാ. നാളെ വെക്കാൻ പറ്റില്ല കേട്ടോ കിട്ടുക. കടച്ചേക്ക. അപ്പൊ നമ്മുടെ കുട്ടുവിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചിട്ട് നമ്മള് നാളേക്ക് വെക്കുന്നില്ല കേട്ടോ പഴങ്കഞ്ഞി. അവനിപ്പൊ തന്നെ കഴിക്കണത്രേ. അപ്പൊ ഞാനുള്ള കറികളൊക്കെ കൂട്ടിയിട്ട് അതങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നല്ല ക്യാരറ്റ് തോരനുണ്ട്, പിന്നെ ഉച്ചക്ക് വെച്ച നാളികേരം അരച്ച് വെച്ച ചെമ്പല്ലി കറി ഉണ്ട് കേട്ടോ. പിന്നെ ഒരു മീൻ വറുത്തതും പിന്നെ ഒരു പപ്പടവും ഉണ്ട്. കിട്ടുക. അപ്പൊ റെഡി ആയിട്ടുണ്ട്. തരട്ടെ? അപ്പൊ നമുക്ക് പപ്പടം എടുത്തിട്ട് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഉപ്പേരിയൊക്കെ കൂട്ടി ഇതിങ്ങനെ ഇങ്ങനെ ഞരടി കഴിക്കണം കേട്ടോ. അപ്പോഴാണ് ഞാൻ മാറ്റിത്തരാം. നീ ഞരടണ്ട. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. എങ്ങനെ ടേസ്റ്റ് ഉണ്ടാ? അപ്പൊ നീ മൊത്തം കഴിക്കാനോ കിട്ടോ? മൊത്തം കഴിക്കാ. കഴിച്ചോക്കട്ടെ. ഞാൻ കഴിച്ചോക്കട്ടെ. കൊള്ളാം. മീൻകറിയും കൂടി വെച്ചിട്ട് മീൻകറീന്റെ പീസ് വെച്ചിട്ട് പപ്പടും കഴിഞ്ഞു. സൂപ്പറല്ലേ? അപ്പൊ ഞങ്ങളിത് ഫുള്ള് കഴിക്കട്ടെ. ബൈ.